അടക്കം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് അന്വേഷണം നടത്തിയത് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത പൂരം കലക്കാൻ വേണ്ടി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി അത് കൃത്യമായി നടപ്പാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അന്വേഷിച്ചത്. അത് പ്രഹസനമാണ് അന്വേഷണ റിപ്പോർട്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. പ്രതിപക്ഷം ആദ്യം മുതൽ ആവശ്യപ്പെടുന്നത് പൂരം കലക്കിയതിനെ കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണം. എന്താണ് അവിടെ സംഭവിച്ചത്, അതിന്റെ ഫൈൻഡിങ് വേണം. ആ ഫൈൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകേണ്ടത്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി ആണ് ADGP ലോ ആൻഡ് ഓർഡർ അവിടെ പോയി നിന്ന് പൂരം കലക്കിയത്. 3 ദിവസക്കാലം മുമ്പ് കമ്മീഷണർ കൊടുത്ത പ്ലാൻ, ഈ ക്രമസമാധാന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്ലാൻ മാറ്റിവെച്ച് കലക്കാനുള്ള പുതിയ പ്ലാൻ ADGP നേരിട്ട് കൊടുത്തിട്ടാണ് പൂരം കലക്കിയത്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ചെയ്താണ്. ഞാൻ ചോദിക്കട്ടെ, ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുക? ഇപ്പൊ എത്ര അന്വേഷണമാണ്? ഭരണകക്ഷി MLA കൊടുത്ത കേസിൽ ADGPക്കെതിരായിട്ട് അന്വേഷണം. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം, അതായത് ADGP RSSന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നു. പൂരം കലക്കിയതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു. ഇങ്ങനെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു. ഇത്രയും അന്വേഷണം നടക്കുന്ന ഒരാളെ അതേ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലാണ്, എന്തൊരു കരുതലാ ഈ ADGPയോട്. കാരണം അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതല്ല, മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ADGP ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കരുതലോടുകൂടി ചേർത്ത് നിർത്തുന്നത്. 4 പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? 4 അന്വേഷണം ഈ ADGPക്കെതിരെ നടത്തുമ്പോഴും അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുകയാണ്. DGP തലപ്പത്തുണ്ട്, പക്ഷെ അന്വേഷിക്കുന്ന വേറെ ഉദ്യോഗസ്ഥന്മാർ, ഇദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ, ഇദ്ദേഹത്തിന്റെ അവരുടെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തേണ്ട ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. എന്നിട്ട് അദ്ദേഹം അവിടെ തുടരുകയാണ്, ആ പൊസിഷനിൽ തന്നെ തുടരുകയാണ്. മുഖ്യമന്ത്രി അവിടെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അത് തന്നെ വളരെ വ്യക്തമാണ്. പൂരം കലക്കാനും RSS നേതാവിനെ കാണാനും എല്ലാം ഈ ADGP പോയത് മുഖ്യമന്ത്രിയുടെ അറിവോടും അനുമതിയോടും ആവശ്യത്തോടും കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഈ DGP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത്, ADGP റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഒരു വിയോജന കുറിപ്പോട് കൂടിയാണ്. അതായത് DGPക്ക് വിശ്വാസമില്ലാത്ത ഒരാളാണ് ADGP സ്ഥാനത്തിരിക്കുന്നത്. അത് ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത്. അതൊക്കെ നേരത്തെ, വളരെ നേരത്തെ വ്യക്തമായതാണല്ലോ. കാരണം ഇത് പോലീസ് ഹൈറാർക്കിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. DGP പറഞ്ഞാൽ ADGP കേൾക്കില്ല, വേറെ അതിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ SP കേൾക്കില്ല. പോലീസ്, ഞാനിത് എത്രയോ നാൾ മുമ്പ് പറഞ്ഞതാണ് നിങ്ങളോട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്. അവര് പോലീസിന്റെ ഹൈറാർക്കി തകർത്തു. അതാണ് കേരളത്തിലെ പോലീസ് നിർവീര്യമായിക്കൊണ്ടിരിക്കുകയാണ്. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരള പോലീസ്. അതിനെ തകർത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ കോക്കസ്. അതിന്റെ പരിണത ഫലങ്ങളാ 2 വർഷം മുമ്പ് ഞങ്ങൾ പറയാൻ തുടങ്ങിയ കാര്യമാണ്. അതിന്റെ പരിണത ഫലമാണ്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ കേരളത്തിലെ പോലീസ് ഇങ്ങനെ പരിതാപകരമായി നിൽക്കുകയാണ്.